സ്തോത്രം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 150 സങ്കീർത്തനം നമുക്ക് ഒരുമിച്ച് വായിക്കാം. വാക്യപ്രതിവാക്യമായിട്ടല്ല, നമുക്ക് ഒരുമിച്ച് വായിക്കാം. 6 വാക്യങ്ങൾ മാത്രമേ അതിലുള്ളൂ. യഹോവയെ സ്തുതിപ്പീൻ, ദൈവത്തെ അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പീൻ. അവന്റെ ബലമുള്ള ആകാശവിധാനത്തിൽ അവനെ സ്തുതിപ്പീൻ. അവന്റെ വീര്യപ്രവൃത്തികൾ നിമിത്തം അവനെ സ്തുതിപ്പീൻ. അവന്റെ മഹിമാതിന് തക്കവണ്ണം അവനെ സ്തുതിപ്പീൻ. കാഹളനാദത്തോടെ അവനെ സ്തുതിപ്പീൻ. വീണയോടും കിന്നരത്തോടും കൂടെ അവനെ സ്തുതിപ്പീൻ. തപ്പിനോടും നൃത്തത്തോടും കൂടെ അവനെ സ്തുതിപ്പീൻ. തന്ത്രനാദത്തോടും കുഴലിനോടും കൂടെ അവനെ സ്തുതിപ്പീൻ. ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പീൻ. അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പീൻ. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. സ്തുതിക്കട്ടെ. നമ്മൾ എല്ലാവർക്കും ദൈവസന്നിധിയിലിരിക്കാം. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഒരു പ്രാവശ്യവും കൂടെ ദൈവജനവുമായി ദൈവസന്നിധിയിൽ നിൽക്കുവാൻ കർത്താവ് നൽകി തന്ന വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. നാം ഇന്ന് വായിച്ച് കേട്ട, നമ്മളിപ്പോൾ ഒരുമിച്ച് വായിച്ച സങ്കീർത്തനങ്ങളുടെ 150 സങ്കീർത്തനങ്ങളിൽ അല്ലെങ്കിൽ 150 ഗാനങ്ങളുടെ അവസാനത്തെ സങ്കീർത്തനമാണ്. നിങ്ങൾക്കറിയാം, വേദപുസ്തകത്തെ മുഴുവനും 66 പുസ്തകങ്ങളുള്ള അല്ലെ 66 മുറികളുള്ള ഒരു കെട്ടിടമായി ചിന്തിക്കുന്നുവെങ്കിൽ അതിൽ സംഗീതത്തിൻ്റെ മുറിയാണ് സങ്കീർത്തനം. അതിൽ സംഗീതത്തിൻ്റെ മുറിയാണ് ഈ സങ്കീർത്തനം. ഇവിടെ എപ്പോഴും ഉയരുന്നത് 83 സങ്കീർത്തനങ്ങൾ ദാവീദ് ചമച്ചതുണ്ട്. കോരഹപുത്രന്മാർ, ആസാഫ് തുടങ്ങി പേരില്ലാത്ത അനേകം ഭക്തർ ഒരുമിച്ച് ചേർന്ന് എഴുതിയത്, കമ്പൈൽ ചെയ്തിരിക്കുന്ന സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ സങ്കീർത്തനമാണ് 150 സങ്കീർത്തനം. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഒരു ഹല്ലേലൂയ പറയാം. സാധാരണ ഞാനിങ്ങനെ പറയിക്കാറില്ല, പക്ഷേ ഈ സങ്കീർത്തനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 146 എന്നുള്ള സങ്കീർത്തനങ്ങൾ, ഈ 5 സങ്കീർത്തനങ്ങൾ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് നമ്മൾ പറയുന്ന പ്രൈസ് ദ ലോർഡ് എന്ന ഒറിജിനൽ വേർഡ് ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പ്രത്യേകിച്ച് ഈ സങ്കീർത്തനത്തിൽ ഓരോ വാക്യത്തിലും ഒരു ഹല്ലേലൂയ ഉണ്ട്, ഒരു പ്രൈസ് ദ ലോർഡ് ഉണ്ട്. അങ്ങനെയുള്ള കുറെ കൂടെ ഒത്തിരി അഡ്ജക്റ്റീവ്സ് ഇതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിലും എനിക്ക് മറ്റു പലതും സംസാരിക്കാനുള്ളതുകൊണ്ട് ഞാൻ അവിടേക്ക് പോകുന്നില്ല. ഈ ഹല്ലേലൂയ എന്ന് പറയുന്ന പദം തന്നെ ഒരുപക്ഷെ ലോകത്തിലെ അനേകം ഭാഷകളിൽ അങ്ങനെ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ്. നമ്മുടെ മലയാളത്തിലെ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ശബ്ദധാരാവലി മുതൽ ഇംഗ്ലീഷിലെ ആദ്യകാലങ്ങളിലോ ഡിക്ഷണറി വരെ അവരുടെ ഭാഷയായി ഇത് എടുത്തിട്ടുള്ള ഒരു വാക്കാണ് ഹല്ലേലൂയ. ഹല്ലേൽ എന്ന് പറയുന്ന ഒരു വാക്കും യാഹ്വേ എന്ന് പറഞ്ഞ വാക്കും, 2 വാക്ക് ചേർന്ന ഇതിൻ്റെ അർത്ഥം, ഹല്ലേൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ടു ബ്രാഗ്, ടു ബോസ്റ്റ്, ഉയർത്തുക, അല്ലെങ്കിൽ നമ്മൾ പ്രശംസിക്കുക, യഹോവയുടെ നാമം പ്രകീർത്തിക്കുക. സങ്കീർത്തനങ്ങളെല്ലാം ഓരോ സാൾട്ടറും നമ്മളെ സൂചിപ്പിക്കുന്നത് കർത്താവിൻ്റെ നാമം ഉയർത്തുക. ഒരുപക്ഷെ ഇന്ന് രാവിലെ നാം ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോൾ, ഇതിനു മുമ്പെയോ അല്ലെങ്കിൽ കഴിഞ്ഞ രാത്രിയിലോ ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുവോ, നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്തുതിയാണ്. ആ സ്തുതി ഇവിടെ പറയുന്നത് 149 സങ്കീർത്തനങ്ങൾ കഴിഞ്ഞ് ഇത് കമ്പൈൽ ചെയ്തവർ ഉദ്ദേശിക്കുന്നത് അത്യുച്ചത്തിലുള്ള സ്തുതിയായിരിക്കണം. അതിനകത്ത് എന്തുകൊണ്ട് സ്തുതിക്കണമെന്നുള്ളതിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും തന്നെയാണ് ഇതിനകത്തുള്ളത്. വേർ, വൈ, ഹൗ, ഹൂ, ടു ഹൂം എന്ന് പറയുന്ന ചോദ്യങ്ങളുടെ എല്ലാ ഉത്തരം പറയുന്നതാണ്. എവിടെ ആരാധിക്കണം, എപ്പോഴാരാധിക്കണം, എങ്ങനെ ആരാധിക്കണം, ആരെ ആരാധിക്കണം, ആരാധിക്കണം എന്ന് വെളിപ്പെടുത്തുന്നതാണ് ഈ സങ്കീർത്തനത്തിലെ ഓരോ വാക്യങ്ങൾ. അതിൻ്റെ ആദ്യത്തെ വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ചേ. യഹോവയെ സ്തുതിപ്പീൻ. അവനെ എവിടെ സ്തുതിക്കണം? അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ അവനെ സ്തുതിക്കണം. അവന്റെ ബലമുള്ള ആകാശ വിധാനത്തിൽ അവനെ സ്തുതിക്കണം. നിങ്ങൾക്കറിയാം, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ 10 കൽപ്പനകൾ കൊടുക്കുന്ന സമയത്ത് കർത്താവ് അതിൻ്റെ ഇടയ്ക്ക്, ആ 10 കൽപ്പനകൾ കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക്, ഈ കൽപ്പനകളുടെ ഇടയ്ക്ക് വേറൊരു കാര്യം ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്. നമ്മുടെ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു, എന്നെ പകയ്ക്കുന്നവരോട് ഞാൻ കോപിക്കും, എന്നെ സ്നേഹിക്കുന്നവരോട് തലമുറ ഞാൻ അവരോട് കൂടെ ഉണ്ടായിരിക്കും, അവരുടെ തലമുറയോട് കൂടെ ഉണ്ടായിരിക്കും. ഇംഗ്ലീഷ് ബൈബിളിൽ, ഏത് ബൈബിളിലെ ട്രാൻസ്ലേഷനിൽ നിങ്ങൾ വായിച്ചു നോക്കുക, തീഷ്ണതയുള്ള ദൈവമെന്നല്ല. അന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തവർ കുറച്ച് ഭംഗിയായി ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്, ഐ ആം എ ജലസ് ഗോഡ്.
ഞാൻ ഒരു അസൂയുള്ള ദൈവമാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്ന അസൂയല്ല, ഉദ്ദേശിക്കുന്നത് കർത്താവിൻ്റെ മഹത്വം ആർക്കും കടന്നു പോകുവാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപക്ഷെ ഇസ്രയേലിന് വളരെ വർഷങ്ങളുടെ പാരമ്പര്യമുണ്ടെങ്കിലും, ഇസ്രയേൽ രാജ്യത്തിന് അവർക്കും വളരെ വർഷത്തെ പാരമ്പര്യമുണ്ടെങ്കിലും, അവര് പലപ്പോഴും ദാസ്യവൃത്തിയിലേക്ക് പലരുടെയും കീഴടങ്ങി തോറ്റുപോകുന്ന രാജ്യങ്ങളോട്, രാജാക്കന്മാരോട് തോറ്റുപോയ അവരുടെയൊക്കെ വീടുകളിൽ അല്ലെങ്കിൽ പാടത്ത് അടിമകളായി ജോലി ചെയ്തതിൻ്റെ വന്നതിൻ്റെ ഒരൊറ്റ ഒരു കാരണം ഈ 20-ാം അധ്യായത്തിലെ പുറപ്പാട് പുസ്തകത്തിലെ 20-ാം അധ്യായത്തിലെ ഒരു വാക്യമാണ്. ഹല്ലേലൂയ, ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. ഹല്ലേലൂയ, ഐ ആം എ ജലസ് ഗോഡ് എന്നുള്ളത് മറന്നുപോയതാണ്. അതുകൊണ്ടാണ് അവരുടെ എല്ലാ പരാജയത്തിൻ്റെയും കാരണം. ഇന്ന് ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ, ഈ തീഷ്ണതയുള്ള ദൈവത്തെ അതേ രീതിയിൽ നാം ആരാധിക്കണം. ഇത് വ്യക്തികൾക്ക് കൊടുക്കുവാനുള്ളതല്ല നിങ്ങളുടെ പ്രശംസ. എപ്പോഴും പ്രശംസിക്കേണ്ടത് നമ്മുടെ കർത്താവിനെയാണ്. ഹല്ലേലൂയ, ഒരു ബ്രാൻഡിനെയും, അതായത് സ്പിരിച്വാലിറ്റിയിൽ തന്നെ പല ബ്രാൻഡുകൾ ഇന്ന് ആൾക്കാർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ പേരുള്ള മിനിസ്ട്രികൾ തന്നെയുണ്ട്. പക്ഷേ ദൈവവചനം പറയുന്നു, നിങ്ങൾ പുകഴ്ത്തേണ്ടത്, നിങ്ങൾ മാനിക്കേണ്ടത്, നിങ്ങൾ മഹത്വം കൊടുക്കേണ്ടത് ദൈവത്തിന് മാത്രമാണ്. അവൻ തീഷ്ണതയുള്ള ദൈവമാണ്. ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ അത് തീഷ്ണത നാം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നാം ആയിരിക്കണം. നമ്മുടെ കുടുംബ ജീവിതത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ ഈ തീഷ്ണതയുള്ള ദൈവത്തെ നാം പ്രദർശിപ്പിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ആരാധനയിൽ, നമ്മുടെ പ്രവൃത്തികളിൽ, നമ്മുടെ സംസാരത്തിൽ നാം അത് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവസന്നിധിയിൽ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ, ആരെങ്കിലും നിങ്ങളെ അനുസരിപ്പിച്ച് ഹല്ലേലൂയ നിങ്ങൾ ഇങ്ങനെ ഹല്ലേലൂയ പറയണം, ഇങ്ങനെ നിങ്ങൾ കണ്ണു തുറന്നിരിക്കണം, ഹല്ലേലൂയ ഇങ്ങനെ കൈയടിക്കണം എന്ന് അനുസരിപ്പിച്ച് ചെയ്യുന്നതല്ല. ഇറ്റ് ഷുഡ് ഹാപ്പൻ ഫ്രം യുവർ ഹാർട്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഫുൾ കൺവിക്ഷനോടുകൂടെ ഹല്ലേലൂയ ആയിരിക്കണം. ദ്രുതതാളം മുരുകുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ പറയുന്നതല്ല, അന്നേരം ആത്മാവിൽ ആരാധിക്കുന്നതല്ല, അതെൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതായിരിക്കണം. സങ്കീർത്തനക്കാരൻ അതാണ് പറയുന്നത്. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ഓർക്കുമ്പോൾ, അവൻ്റെ അതിശയ പ്രവൃത്തികളെ ഓർക്കുമ്പോൾ, ആകാശ വിധാനത്തെ ഓർക്കുമ്പോൾ ഹല്ലേലൂയ എനിക്ക് സ്തുതിപ്പാനിരിക്കാൻ കഴിയുകയില്ല. ഞാൻ യഹോവയെ വീണ്ടും വീണ്ടും സ്തുതിക്കും. എത്ര അത്ഭുതകരമായിട്ടാണ് നമ്മുടെ ലോകത്തെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, നമ്മളിവിടെ പാടുന്ന ചില പാട്ടുകൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ജ്യോതി നൽകും, ഹല്ലേലൂയ, സൂര്യചന്ദ്ര താര വർഗത്തെ ഓടിയോടെ തൂക്കിയവൻ. ഹല്ലേലൂയ, കഴിഞ്ഞ ആഴ്ച ഇവിടെ പാടിയപ്പോൾ, ഹല്ലേലൂയ, പഴയ പാട്ട് ഇവിടെ പാടിയപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിപ്പാനിടയായി തീർന്നു. ഹല്ലേലൂയ, അവിടെ ഹല്ലേലൂയ തിരുക്കരങ്ങൾ ഒരുക്കി വെച്ചു താരകങ്ങൾക്കെതിരെ. ഹല്ലേലൂയ, അവിടെ നിരത്തി വെച്ചു. ഹല്ലേലൂയ, ഷോക്കേസിൽ നിരത്തി വെക്കുന്നത് പോലെ ഈ താരകങ്ങളെ, ഹല്ലേലൂയ, ലോകത്തുള്ള ട്രില്യണിൽ കൂടുതലുള്ള നക്ഷത്രങ്ങളെ, ചന്ദ്രഗോളങ്ങളെ, ചെറിയ വെളിച്ചങ്ങളെ, വലിയ വെളിച്ചങ്ങളെ ദൈവം നിരത്തി വെച്ചു. പക്ഷെ ആ പാട്ടിലെ ഭംഗി അതിനെക്കാട്ടിലല്ല. ആ ഭക്തിയുണ്ട്, ആ കാവ്യ ഭംഗിയുണ്ട്, ഈണത്തിന് ചേരുന്നുണ്ട്. അടുത്തതൊരു വലിയ തിയോളജിയും കൂടെ അതിനകത്ത് പറഞ്ഞേക്കുന്നത്, അതിനു മുമ്പേ എനിക്കവൻ രക്ഷ ഒരുക്കിയിരുന്നു. ഹല്ലേലൂയ, രക്ഷ ഒരുക്കിയിരുന്നു. എഫെസ്യ ലേഖനത്തിൽ പറയുന്ന ഹല്ലേലൂയ, ഉലക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ തെരഞ്ഞെടുത്തു. എത്ര ഇൻക്രെഡിബിൾ പോയറ്റ്സ് ആയിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അവർ എല്ലാം ചേർത്ത് ഒരുമിച്ച് എഴുതിയിരുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു വന്നതിന്റെ എല്ലാ സാരം അവന്റെ അതിശയ പ്രവൃത്തികള്, അവന്റെ ശക്തിയുള്ള ആകാശ വിധാനം, ഹല്ലേലൂയ, ഒരു ചുരുട്ടി നിവർത്തി വെച്ചിരിക്കുന്നത് പോലെ ഒന്നിനും ബന്ധമില്ലാതെ ഹല്ലേലൂയ അവിടെ നിൽക്കുന്ന ആകാശ വിധാനം, അവന്റെ വീര്യപ്രവൃത്തികൾ എത്ര ഭയങ്കരമാണ്. ഇതോർത്താൽ നമ്മൾ എങ്ങനെ സ്തുതിക്കാതിരിക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെറിയ ഉയരമുള്ള ഹല്ലേലൂയ ഈ റൂഫുള്ള വീടിന്റെ വല്ലതും നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. ഹല്ലേലൂയ, ഇത് അതിനകത്ത് പലപ്പോഴും പോകുമ്പോൾ നിങ്ങളുടെ തല തട്ടും. ഞാനിപ്പം ആന്ധ്രയിലും ഒഡീഷയിലും ഒക്കെ പോയപ്പോൾ അവിടുത്തെ ഗ്രാമങ്ങളിലുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ്, ആരെങ്കിലും നമ്മളെ വീട്ടിലോട്ട് വിളിച്ചാൽ ഹല്ലേലൂയ ഇത്ര ഉയരം കുറഞ്ഞ എനിക്ക് പോലും അതിൻ്റെ റൂഫിൽ തട്ടും. ഹല്ലേലൂയ, ഇപ്പോഴൊരു 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് അന്നത്തെ മുറിവുകളൊക്കെ ഇപ്പോൾ ഉണങ്ങിയത്. പക്ഷേ ഈ ആകാശവിധാനം കർത്താവ് ക്രമീകരിച്ചിരിക്കുന്നത് എത്ര ഉയരത്തിലാണ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുവാന്. ഹല്ലേലൂയ, അത് ഓസോൺ ലെയറൊക്കെ കട്ട് ചെയ്ത, അതായത് ഓസോൺ ലെയറൊക്കെ ഉണ്ടാക്കി നമ്മളുടെ ശരീരത്തിന് ഹാനികരമല്ലാത്ത, ഹാനികരം ആയ ഒന്നും നമ്മുടെ ശരീരത്തിൽ പതിക്കാതെ വണ്ണം എത്ര കൃത്യമായിട്ടാണ് നമ്മൾ മറ്റൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ശരീരത്തെ എത്ര വണ്ടർഫുള്ളി, ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി, ഭയങ്കരവും അതിശയകരവുമായിട്ട് കർത്താവ് സൃഷ്ടിച്ചിരിക്കുന്നു.
ഇന്ന് പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽക്കുവാൻ, ശക്തിയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്തു. ഹല്ലേലൂയ. നമ്മളെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. എത്രമാത്രം വലിയ പ്രക്രിയകളാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്. ഹല്ലേലൂയ. എത്ര അനുഗ്രഹപ്രദമായിട്ടാണ് കർത്താവ് നമ്മെ നിലനിർത്തുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഒരു കണ്ണുകൾ തന്നെ ഹല്ലേലൂയ 576 മെഗാ പിക്സൽ ഉള്ള ഒരു ക്യാമറയാണ്. നാം ജനിച്ച നാൾ മുതൽ ഹല്ലേലൂയ എത്ര ഫോട്ടോകൾ, വീഡിയോകൾ എടുത്ത മെമ്മറിയിൽ കീപ്പ് ചെയ്യുകയാണ്. ഒരുപക്ഷെ 40-50 വർഷമുള്ളതിന് മുമ്പുള്ള ഒരു ദൃശ്യം വരെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ്. അതിലെ കഥാപാത്രങ്ങളുടെ ബയോഡേറ്റ അടക്കം നമ്മുടെ ഇതിൽ നിൽക്കുകയാണ്. കർത്താവ് എത്ര വണ്ടർഫുളിയാണ്. ഒരു ജീവിച്ചിരിക്കുന്ന ഒരു ശരാശരി മനുഷ്യന്റെ ശരീരത്തിൽ 30 ട്രില്യൺ കോശങ്ങളുണ്ട്. ഹല്ലേലൂയ. 30 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 30 കഴിഞ്ഞ് 12 സീറോസ് ഇടേണ്ടിയിരിക്കുന്നു. മലയാളത്തിൽ അതിന് ലക്ഷം കോടിയെന്നോ മഹാകോടിയെന്നോ ഒക്കെയാണ് പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ 30 ട്രില്യൺ കോശങ്ങളുണ്ട്. ഇതിനകത്തുള്ള DNA, ഹല്ലേലൂയ, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്ന ഈ DNA, ഒരു സെല്ലിലുള്ള ഒരു DNA മാത്രം ടെക്സ്റ്റിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ 4000 വോളിയം പുസ്തകങ്ങൾ എഴുതത്തക്കവണ്ണമുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര അഗോചരമായിട്ടാണ്, അവർണ്ണനീയമായിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം, 150-ന്റെ 1-ാം വാക്യം പറയുന്നത്, അങ്ങനെ അവനെ സ്തുതിക്കണം, അവന്റെ അതിശയ പ്രവൃത്തികൾ നിമിത്തം നാം അവനെ സ്തുതിക്കണം, അവന്റെ വീര്യപ്രവൃത്തികൾ നിമിത്തം അവന്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം അവനെ സ്തുതിക്കണം. അവന്റെ, ഞാൻ ആദ്യം പറഞ്ഞു വേർ, അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ അവനെ സ്തുതിക്കണം. അവന്റെ സന്നിധി നാം കടന്നു വന്നിരിക്കുമ്പോൾ നാം അവനെ സ്തുതിക്കണം. അവന്റെ മഹിമാധിക്യത്തിനനുസരിച്ച്, അവന്റെ ലെവൽ അനുസരിച്ച്, അവന്റെ ഗ്ലോറി അനുസരിച്ച് നാം അവനെ സ്തുതിക്കണം. നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നാം പൂർണ്ണമായി നമ്മുടെ മനസ്സുകളെ, നമ്മുടെ ശരീരത്തെ കൃത്യമായി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് നാം ആയിരിക്കണം. ഒരുപക്ഷെ ഈ സങ്കീർത്തനത്തിൽ ഒരിക്കലും അതിൻ്റെ അടുത്ത ഒരു തലം പറഞ്ഞിട്ടില്ല. അത് പുതിയ നിയമത്തിൽ റോമാലേഖനം 12-ാം അധ്യായത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ആ റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത്, സഹോദരന്മാരെ, നിങ്ങളുടെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കും. പഴയ നിയമത്തിലെ ഭക്തന്മാർ ആരാധിച്ചപ്പോൾ അവർ യാഗം സമർപ്പിക്കാനായി ഹല്ലേലൂയ ഊനമില്ലാത്ത മാടുകളെ തെരഞ്ഞ് അതിനെ കൊണ്ടുവന്ന് അതിനെ കീറി ഖണ്ണം ഖണ്ണമാക്കി അവരവിടെ ആരാധിച്ചിരുന്നു. പക്ഷേ പുതിയ നിയമത്തിൽ പറയുന്നത്, നിങ്ങളെ മുഴുവനുമായി ദൈവസന്നിധിയിൽ അർപ്പിക്കാൻ. ഹല്ലേലൂയ. ഞാൻ ഈ ബൈബിൾ ക്ലാസ് കഴിഞ്ഞ വർഷം പഠിക്കാൻ ആരംഭിച്ചപ്പോൾ അന്ന് വർഷിപ്പിനെ കുറിച്ച് ഞങ്ങളെ പഠിപ്പിച്ച ഇവിടെ വന്നിട്ടുള്ള പാസ്റ്റർ സാജു വർഗീസ് ഞങ്ങളെ പഠിപ്പിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. അതുവരെ എനിക്ക് ബൈബിളിൽ ഈ കാര്യം അറിയാമായിരുന്നെങ്കിൽ എനിക്കറിയില്ലായിരുന്നു. അതൊന്ന്, പഴയ നിയമകാലത്ത് യാഗം കഴിക്കുവാൻ നിൽക്കുമ്പോൾ അവിടെ പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവനും അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. നമ്മുടെ എല്ലാം അന്നേരം ഞാൻ അന്നേരം മനസ്സിൽ ചിന്തിച്ചു, മൂക്ക് എന്ത് പ്രവൃത്തിയായിരിക്കും ചെയ്യുന്നത്? ഹല്ലേലൂയ. ഈ ചെവി എന്ത് പ്രവൃത്തിയായിരിക്കും ചെയ്യുന്നത്? കണ്ണിക്കുക, മുറിക്കുക ഒക്കെ ഉപയോഗിക്കുകയല്ലേ എന്ന് ഞാൻ ഹാസ്യകരമായിട്ട് കേട്ടുകൊണ്ടിരുന്നപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴാണ്, ഹല്ലേലൂയ, ഖണ്ണമായി അതിനെ കൊണ്ടുവരുന്നു, അതിനെ മുറിക്കുന്നു, മുറിച്ച് അവിടെ വയ്ക്കുന്നു, കൈകൾ കാലുകൾ അവിടെ പ്രവർത്തിക്കുന്നു. അതവിടെ യാഗം കഴിക്കുമ്പോൾ അവർക്ക് സ്തുതി സ്തോത്രങ്ങൾ ആ ചെവിയിലേക്ക് കടന്നു ചെല്ലും. ആ കാണുന്ന ആ യാഗം കഴിക്കുമ്പോഴുള്ള ആ ദൃശ്യം, അത് ഈ വ്യക്തിയുടെ ഉള്ളിലേക്ക് കയറുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് ഈ കുഞ്ഞാട് മരിക്കുകയാണ്. ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത്, എന്നെ കൊന്ന് വെക്കേണ്ട സ്ഥാനത്ത് എനിക്ക് വേണ്ടി അവൻ പാപത്തിൻ്റെ പ്രായച്ചിത്തമായി, മഹാപാപ പരിഹാരമായി എനിക്ക് വേണ്ടി മരിക്കപ്പെടുകയാണ് എന്നവൻ ഓർക്കുകയാണ്. അതേസമയത്ത് അത് കരിയുമ്പോൾ, അല്ലെങ്കിൽ ആ മേധസ് കരിയുമ്പോഴുള്ള ആ അരോമ, ആ സൗരഭ്യവാസന അവിടെ ആസ്വദിക്കുക. യാഗവുമായി സമർപ്പിച്ച റോമാലേഖനത്തിൽ അങ്ങനെ പറഞ്ഞെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നാം ദൈവസന്നിധിയിൽ ആരാധിക്കാൻ കടന്നു വരുമ്പോൾ നാം പരിപൂർണമായി ഏൽപ്പിച്ചു കൊടുത്ത് നമ്മൾ അവൻ്റെ സന്നിധിയിൽ ആരാധിക്കുക. ഹല്ലേലൂയ. ഫുൾ കൺവിക്ഷനോടുകൂടെ നാം ദൈവസന്നിധിയിൽ ആരാധിക്കണം. പരിപൂർണമായി ഏൽപ്പിച്ചു കൊടുത്ത് നാം ആരാധിക്കണം. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഒരു കഥ. ആ കഥ ഇങ്ങനെയാണ്. ഒരു കുട്ടി സർക്കസ് അവൻ അതുവരെ കണ്ടിട്ടില്ല. സർക്കസ് കാണാൻ ഒരിക്കൽ അവനൊരു അവസരമുണ്ടായി. അവൻ്റെ അടുത്തുള്ള ടൗണിൽ സർക്കസ് വന്നു.
അവൻ്റെ പിതാവിനോട് പറഞ്ഞു, ഡാഡി, ഞാൻ ഇതുവരെ സർക്കസ് കണ്ടിട്ട്, എനിക്ക് സർക്കസ് കാണാൻ പോകണം. അവന് ഭയങ്കര സന്തോഷമായി. ഞങ്ങളുടെ അവിടെ തൊട്ടാവുന്നു. പിതാവ് പറഞ്ഞു, $1 അവന് കൊടുത്തിട്ട് പറഞ്ഞു, ഇന്ന് വൈകിട്ട് 4 മണിക്ക് അവിടെ ഷോ ഉണ്ടാ, നീ പോയി കാണുക, അതിൻ്റെ ടിക്കറ്റ് ചാർജാണ് $1. ആ $1 വാങ്ങിച്ചാൽ അവൻ സന്തോഷത്തോടു കൂടെ ഈ ചെറിയ ടൗണിലേക്ക് അവ പോയപ്പോൾ ആദ്യം നടക്കുന്നത് ഒരു പരേഡാണ്. അതിൽ ഈ കൂട്ടിലിട്ട മൃഗങ്ങളൊക്കെയുള്ള ഒരു വണ്ടി ഇങ്ങനെ പോയി. അത് കഴിഞ്ഞ് വേറെ ചില ഷോ കാണിക്കുന്ന മറ്റൊരു വണ്ടി ഇങ്ങനെ പോയി. അത് കഴിഞ്ഞ് ഒരു ക്ലൗൺ, അതായത് ഇത് കാണിക്കുന്ന ഒരു ക്ലൗൺ കടന്നു, എന്താ എൻ്റെ മലയാളം ഞാൻ ഓർക്കുന്നില്ല, ഒരു കോമാളി ഇങ്ങനെ വന്നു. അത് മുമ്പോട്ട് കടന്നു വന്നു. ആ കോമാളി വലിയ ഡാൻസ് ചെയ്യുകയും പാട്ടുപാടിയൊക്കെ ചെയ്തു. എല്ലാവരും കൈയടിച്ചു. ഈ പയ്യൻ ചെന്ന് അവൻ്റെ കയ്യിലുള്ള $1 ആ കോമാളിയുടെ കയ്യിൽ കൊടുത്തു. അവൻ വിചാരിച്ചു, എന്നിട്ട് അവൻ തിരിച്ച് വീട്ടിൽ പോന്നു. അവൻ വിചാരിച്ചു ഇതാണ് സർക്കസ്. പക്ഷേ അത് ഒരു എൻട്രി പരേഡ് മാത്രമായിരുന്നു. ആ $1 കൊണ്ട് അവൻ അകത്ത് കയറി ഇനിയും ഷോ കാണേണ്ടിയിരിക്കുന്നു. ഈ സങ്കീർത്തനത്തിൽ പറയുന്ന, അതിലേക്ക് കടന്നു വരാം, ഈ സങ്കീർത്തനത്തിൽ പറയുന്ന തപ്പിനോടും താളത്തോടും എല്ലാമുള്ള ആരാധന, ഹല്ലേലൂയ, ദൈവസന്നിധിയിലുള്ള ആരാധന, ഇതെല്ലാം ഒരു പരേഡ് മാത്രമാണ്. പക്ഷേ നിങ്ങൾ റിയലി കാണാതിരിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി കാൽവറിയിലെ കൊലക്കളത്തിൽ നിങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്ന, നമുക്ക് വേണ്ടി ഹല്ലേലൂയ മരിച്ച നമ്മുടെ കർത്താവിനെയാണ് ഇതിൻ്റെ എല്ലാ അപ്പുറത്ത് ആലോചിക്കേണ്ടത്. ബ്രാൻഡുകളെയല്ല, അതിനുവേണ്ടി ക്രമീകരിക്കുന്ന ക്രമീകരണങ്ങളെയല്ല, സ്റ്റേജ് സജ്ജീകരണങ്ങളെയല്ല. നിങ്ങൾ ദൈവാരാധനയ്ക്ക് വേണ്ടി കടന്നു വരേണ്ടത് നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട നിങ്ങളുടെ കർത്താവിനെയാണ് നാം ഓർക്കേണ്ടത്. ഹല്ലേലൂയ, അവൻ്റെ മരണ പുനരുത്ഥാനങ്ങളെയാണ് നാം ധ്യാനിക്കേണ്ടത്. നമ്മുടെ ആരാധനയുടെ അവസാനം ഹല്ലേലൂയ പരേഡ് കണ്ട് ഹല്ലേലൂയ അവിടെ സ്വോത്ര കാഴ്ചയിട്ട് മടങ്ങിപ്പോകുവാനല്ല, പരിപൂർണമായി അവനെ ഏൽപ്പിച്ചു കൊടുത്ത, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവനും ദൈവസന്നിധിയിൽ അർപ്പിച്ച ആരാധന കഴിച്ച് നാം മടങ്ങിപ്പോകണം. അങ്ങനെയുള്ള ആരാധന കഴിയുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മനസ്സിന്, നമ്മുടെ ആത്മാവിന്, നമ്മുടെ ശരീരത്തിന് വിടുതലുകൾ നമുക്ക് നേരിട്ട് കാണുവാൻ കഴിയും. അതിന് പ്രത്യേകമായി ഒരു കരം ഒരാൾ വെക്കേണ്ട കാര്യമില്ല. ദൈവസന്നിധിയിൽ നാം ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ, കഴിഞ്ഞ ആഴ്ച ഇവിടെ പ്രവർത്തിച്ച കർത്താവിൻ്റെ ദാസൻ പറഞ്ഞല്ലോ, ഹല്ലേലൂയ, സിവിലിയൻസ് ആയിട്ടുള്ള സാധാരണ വിശ്വാസികൾ ഹല്ലേലൂയ പ്രാർത്ഥിച്ചപ്പോൾ അതിൻ്റെ മേലെ വലിയ അത്ഭുതങ്ങൾ കാണുവാൻ കഴിഞ്ഞു. ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നിങ്ങൾ ഏത് പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നുവോ, ഹല്ലേലൂയ, ഈ സങ്കീർത്തനത്തിൽ തന്നെ നമ്മളിത് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ആ പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം ആ പ്രശ്നത്തെക്കുറിച്ചാണ് ഓരോ സമയം ചിന്തിക്കുന്നത്. ഹല്ലേലൂയ, നാം ഒരു കാര്യം നാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, രാവിലെ നാം കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം ചിന്തിക്കുന്നത് അടുത്ത 10 സെക്കൻഡിൽ നാം എന്താ ചെയ്യേണ്ടത്, ഇന്ന് തീർക്കേണ്ട പ്രശ്നം എന്താണ്, ഇന്ന് തീർക്കേണ്ട ടാസ്ക് എന്താണെന്നാണ് നാം ചിന്തിക്കുന്നത്. പക്ഷേ ഇതുവരെ നമ്മളെ നടത്തിയ, നമുക്ക് ബുദ്ധി തന്ന് ബലം തന്ന് നമ്മെ നടത്തിയ നമ്മുടെ ബ്ലെസ്സിങ്സിനെ നമ്മൾ കൗണ്ട് ചെയ്യാറുണ്ടോ? നമുക്ക് ദൈവം തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ നമ്മൾ എപ്പോഴും ഓർക്കാറുണ്ടോ? ഹല്ലേലൂയ, അത് ഓർത്താണ് നാം ദൈവത്തെ സ്തുതിക്കേണ്ടത്. ഹല്ലേലൂയ, ശക്തിയോടെ നാം ദൈവത്തെ സ്തുതിക്കേണ്ടത് അവൻ നമ്മൾ തന്നിരിക്കുന്ന ദൈവകൃപയെ ഓർത്താണ്. ഓരോ ദിവസവും ഹല്ലേലൂയ വി ഹാവ് ടു കൗണ്ട് അവർ ബ്ലെസ്സിങ്സ്. നമ്മുടെ അനുഗ്രഹങ്ങളെ നാം ചിന്തിക്കേണ്ടിയിരിക്കും. ഞാൻ മുമ്പേ പറഞ്ഞ, നമ്മളെ സങ്കീർണമായി ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ചെറിയ കാര്യം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ, ശരീരത്തിലെ ഒരു ചെറിയ അവയവം പ്രവർത്തിക്കാതിരുന്നാൽ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അത് എത്ര ഇതായിരിക്കും. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ അടുത്തുള്ള സ്ഥലത്ത് ഡോക്ടർ മുരളീധർ വന്ന് ശുശ്രൂഷിച്ചപ്പോൾ, പ്രസംഗിച്ചപ്പോൾ ഉള്ള ഒരു ഇല്ലസ്ട്രേഷൻ ഞാൻ ഇപ്പോഴും ആലോചിക്കും. അദ്ദേഹം അന്ന് പറഞ്ഞത്, ഹല്ലേലൂയ, കേരളത്തിൽ, ഇന്ത്യയിലെ ഒരു വലിയ രാഷ്ട്രീയ നേതാവായിരുന്ന ജയപ്രകാശ് നാരായണൻ, അയാൾ അവസാനം അദ്ദേഹത്തിന് കിഡ്നിയുടെ അസുഖമായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ഇപ്പോഴത്തെ കണക്കുള്ള വലിയ ഡയാലിസിസിൻ്റെ മാർഗങ്ങളൊന്നും ആ സമയത്തില്ല. അന്നേരം അദ്ദേഹത്തെ ഒരു ആർട്ടിഫിഷ്യൽ കിഡ്നിയോടുകൂടി അദ്ദേഹത്തിൻ്റെ ശരീരം ഘടിപ്പിച്ചു ആ കിടക്കയിൽ. അതിന് ഇന്നത്തെ ഒരു മേശയുടെ വലിപ്പം ഉണ്ടായിരുന്നു. അന്നേരം ഡോക്ടർ മുരളീധർ പറയുന്നത്, എന്നും രാവിലെ ഞാൻ പത്രമെടുത്ത് വായിച്ചു നോക്കുന്നത് ഈ മേശയും വെച്ചോണ്ട് ജയപ്രകാശ് നാരായണൻ ഇന്നും ജീവനോടെ ഉണ്ടോ എന്ന്. ഹല്ലേലൂയ, ഇത്ര വലിയ സജ്ജീകരണം ആണ് നമ്മളുടെ ഒരു ചെറിയ വൃക്കയിൽ ദൈവം ക്രമീകരിച്ചിരിക്കുന്നത്.
ഹല്ലേലൂയ. ലക്ഷക്കണക്കിന് ഫിൽറ്ററുകൾ അതിൽ ഘടിപ്പിച്ച, ഹല്ലേലൂയ, നമ്മുടെ ശരീരത്തിൻ്റെ pH ക്രമീകരിച്ച, ശരീരത്തിലെ കെമിക്കൽ പ്രൊപ്പോർഷൻ കൃത്യമായി നിയന്ത്രിച്ച കർത്താവ് നിർത്തിയിരിക്കും. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും നമ്മെ മുഴുവനുമായും കൃത്യമായി പരിപാലിക്കുന്ന ദൈവം, അവൻ അതിശയകരമായി നമ്മെ സൃഷ്ടിച്ചിരിക്കും. അതുകൊണ്ട് നമ്മൾ അവനെ സ്തുതിക്കണം, വിശുദ്ധ മധുരത്തിൽ അവനെ സ്തുതിക്കണം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നിന്ന് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്ത, ഹല്ലേലൂയ, ഇന്ന് നാം ആരാധിക്കുമ്പോൾ ഇനി മുതലുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ ആലോചിക്കുക. എന്നെ ഇത്ര കോംപ്ലക്സിറ്റിയില്ല എന്നെ കൃത്യമായി പരിപാലിക്കുന്ന ദൈവം, ഹല്ലേലൂയ, നിന്നെ ഞാൻ എങ്ങനെ സ്തുതിക്കാതിരിക്കും? എങ്ങനെ ഞാൻ നിന്നെ വാഴ്ത്താതിരിക്കും? എങ്ങനെ ഞാൻ നിന്നെ പുകഴ്ത്താതിരിക്കും? ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആരാധനയോടെ ആയിരിക്കാം. കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ സഹായിക്കും.